വചനലോകത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളുടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരപ്പൻ തൻ്റെ മകൻ്റെ ശ്രേയസ്സിൽ അനുഗ്രഹത്തിൽ പ്രസാദിക്കുന്നത് പോലെ നമ്മുടെ ദൈവവും നമ്മുടെ ഉയർച്ചയിൽ, നമ്മുടെ സമൃദ്ധിയിൽ, നമ്മുടെ സൗഖ്യത്തിൽ, നമ്മുടെ വിശുദ്ധിയിൽ, നമ്മുടെ വിശ്വാസത്തിൽ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. സങ്കീർത്തനം 35:27 എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ, തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവനെന്ന് എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. നമ്മുടെ ശ്രേയസ്സിൽ, ഉയർച്ചയിൽ, പ്രോസ്പിരിറ്റിയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവത്തെയാണ് ദാവീദ് മനസ്സിലാക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയവരാണ് ദാവീദ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ശലോമോൻ, ഇയ്യോബ് മുതലായ ദൈവഭക്തന്മാരെല്ലാം ദൈവത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിയതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സൗഖ്യത്തോടിരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം, രോഗത്തോടിരിക്കുമ്പോഴല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടും അനുഗ്രഹത്തോടും നല്ല വിദ്യാഭ്യാസത്തോടും നല്ല ഉയർച്ചയോടും നല്ല സന്തോഷ സമൃദ്ധിയോടും ഇരിക്കുന്നതാണ് ദോഷികളായ ഒരു പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നീതിയുള്ള സർവശക്തനായ ദൈവം, സകലവും നിർമ്മിച്ച, സമൃദ്ധിയോടെ നിർമ്മിച്ച ദൈവം നമ്മൾ സമൃദ്ധിയിൽ ജീവിക്കുന്നതിൽ സന്തോഷിക്കുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. തൻ്റെ ദാസൻ്റെ പ്രോസ്പിരിറ്റിയിൽ, NIV വെർഷനിൽ പ്രോസ്പിരിറ്റി എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തൻ്റെ ദാസൻ്റെ പ്രോസ്പിരിറ്റിയിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ. എൻ്റെയും നിങ്ങളുടെയും പ്രോസ്പിരിറ്റിയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം അബ്രഹാമിനോട് സുവിശേഷം അറിയിക്കുമ്പോൾ അവിടെ അറിയിക്കുന്ന സുവിശേഷത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്നത് അബ്രഹാമിനോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാണ്. നീ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് ജീവിച്ച ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്കുണ്ടാകുമെന്നാണ് അബ്രഹാമിനോട് ദൈവം ചെയ്യുന്ന വാഗ്ദത്തം. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ സുവിശേഷത്തിൽ സദ്വർത്തമാനമുണ്ടായിരുന്നു, നല്ല വാർത്തയുണ്ടായിരുന്നു. അതുകൊണ്ട് അബ്രഹാം തൻ്റെ പിതൃഭവനത്തെയും പിതൃദേശത്തെയും പാപസ്വഭാവത്തെ എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ നോക്കി ദൈവഹിതത്തിനു വേണ്ടി ഏൽപ്പിച്ച് മകൻ ഒരു നല്ല ജീവിതം നയിച്ചു. അതുകൊണ്ട് ദൈവം അബ്രഹാമിനെ ഏറ്റവും അനുഗ്രഹിച്ചു. അബ്രഹാമിനെ മാത്രമല്ല, ഇസ്ഹാക്കിനെയും ദൈവം സമൃദ്ധിയാക്കി. അബ്രഹാമിൻ്റെ കൊച്ചുമകനായ യാക്കോബിനെയും ദൈവം സമൃദ്ധിയാക്കി. ഇവരൊക്കെ പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി, കഷ്ടതകളിൽ കൂടെ കടന്നുപോയി. എങ്കിലും തങ്ങളുടെ പ്രോസ്പിരിറ്റിയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ വിശ്വസിച്ചു. തങ്ങളെ സമൃദ്ധമാക്കുന്ന ഒരു ദൈവമുണ്ട്, ഇല്ലായ്മ മാറ്റി സമൃദ്ധി കൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അവർ ദൈവത്തിൽ വിശ്വസിച്ചു. യാക്കോബ് തൻ്റെ ഭവനത്തിൽ ചേട്ടനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഭവനം വിട്ടു പോകേണ്ടി വന്നു. ഒരു വടിയോടുകൂടി മാത്രമാണ് താൻ തൻ്റെ ഭവനത്തിൽ നിന്ന് തൻ്റെ മാതാവിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്. ആ യാത്രയിൽ യാക്കോബ് ദൈവത്തോട് ഇപ്രകാരം ഒരു ഉടമ്പടി ചെയ്തു: ഈ യാത്രയിൽ അങ്ങ് എന്നോട് കൂടെ ഇരുന്ന് എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ അങ്ങ് എനിക്ക് തരുന്ന സകലത്തിൻ്റെ ദശാംശം തന്ന് ഞാൻ അങ്ങേ ആരാധിക്കും. ദൈവം ആ മനുഷ്യൻ്റെ പ്രാർത്ഥന കേട്ടു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സർവശക്തനായ ദൈവം യാക്കോബിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം കൽപ്പിച്ചു. ഒന്നുമില്ലാത്ത യാക്കോബിനെ ദൈവം രണ്ടു കൂട്ടമാക്കി മാറ്റി, സമൃദ്ധിയാക്കി മാറ്റി, ഉയർച്ചയാക്കി മാറ്റി. യാക്കോബിൻ്റെ സ്വത്ത് ആ ദേശത്ത് വഹിക്കുവാൻ കഴിയാത്ത അത്രമാത്രം ദൈവം യാക്കോബിനെ സമൃദ്ധിയാക്കിയെങ്കിൽ, ഇസഹാക്കിനെ സമൃദ്ധിയാക്കിയെങ്കിൽ, അബ്രഹാമിനെ സമൃദ്ധിയാക്കിയെങ്കിൽ, ഇയ്യോബിനെ സമൃദ്ധിയാക്കിയെങ്കിൽ, പുൽമേടുകളിൽ കിടന്ന ദാനിയേലിനെ ദൈവം സമൃദ്ധിയാക്കി, പുൽമേടുകളിൽ കിടന്ന ദാവീദിനെ ദൈവം സമൃദ്ധിയാക്കിയെങ്കിൽ, ശലോമോനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, ഇന്ന് ദൈവത്തെ വിളിക്കുന്ന നിങ്ങളെയും അവിടുന്ന് സമൃദ്ധിയാക്കുക തന്നെ ചെയ്യും. എൻ്റെയും നിങ്ങളുടെയും പ്രോസ്പിരിറ്റിയിൽ പ്രസാദിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ഇല്ലായ്മകളിലല്ല ദൈവം പ്രസാദിക്കുന്നു. കർത്താവ് നമ്മോട് പറഞ്ഞ ഒരു വാക്യം നമ്മൾ ഓർക്കണമേ: നിങ്ങൾക്ക് ഈ ഭൂമിയിൽ കഷ്ടമുണ്ട്. ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവിടെ നിർത്തുകയല്ല. കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. മനുഷ്യനെന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ, ദൈവവേലക്കാരൻ എന്ന നിലയിൽ അതിൻ്റേതായ കഷ്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. കഷ്ടമില്ല എന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ആ കഷ്ടം ഫുൾ സ്റ്റോപ്പ് ഇട്ട് അവസാനിപ്പിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നത്. കഷ്ടത്തിനപ്പുറം ഒരു ജയജീവിതം നൽകുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്ന കഷ്ടത്തിനപ്പുറം ഒരു ഉയർച്ചയുടെ ജീവിതം ദൈവം നമുക്ക് വെച്ചിരിക്കുന്നു.
ഒരു വഴി, ആ വഴിയിൽ ഉയർച്ചകളുണ്ട്, താഴ്ചകളുണ്ട്, വളവുകളുണ്ട്, നിരന്ന റോഡുകളുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തരണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. താഴ്ച വന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഉയർച്ച ഉടനെ പുറകെ വരുന്നുണ്ട്. നമുക്ക് മുമ്പേ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന നമ്മുടെ പിതാക്കന്മാർ താഴ്ചയിൽ കൂടെ കടന്നുപോയി, കഷ്ടതകളിൽ കൂടെ കടന്നുപോയി, പ്രയാസങ്ങളിൽ കൂടെ കടന്നുപോയി. ഈ സമയത്ത് അവരെ സമൃദ്ധമാക്കുന്ന, അവരെ ശ്രേയസ്സിലേക്ക് കൊണ്ടുവരുന്ന അവരുടെ രക്ഷിതാവും കർത്താവും ദൈവവുമായ സർവശക്തനോടൊപ്പം ചേർന്നിരുന്നു. ദൈവം അവരുടെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചു, അവരുടെ കൃഷിഫലത്തെ അനുഗ്രഹിച്ചു. അവർ ചെയ്തതൊക്കെ അവിടുന്ന് സാധ്യമാക്കി കൊടുത്തു. അവർ പിൽക്കാലത്ത് സമൃദ്ധിയിലേക്ക് വന്നു. യോബ് കഷ്ടതയുടെ പാനപാത്രം കുടിക്കേണ്ടി വന്നു. തനിക്കുള്ള സകലവും നഷ്ടപ്പെട്ടു പോയി. തൻ്റെ ഭാര്യ തനിക്ക് വിരോധമായി സംസാരിച്ചു. എങ്കിലും തളർന്നു പോകാതെ ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ള തിന്മയും കൈപ്പറ്റി ദൈവത്തെ സ്തുതിച്ചാരാധിച്ചപ്പോൾ ദൈവം ആ മനുഷ്യൻ്റെ സ്ഥിതിയെ മാറ്റി. പണ്ട് ഉണ്ടായിരുന്ന സമൃദ്ധിയേക്കാൾ ഇരട്ടി നൽകി ദൈവം മാനിച്ചു. ഇന്ന് നമ്മൾ അവിടുന്നും ഇവിടുന്നും ഒക്കെ കേട്ടിരിക്കുന്ന തെറ്റായ വചനങ്ങൾ മനസ്സിൽ നിന്ന് മാറിപ്പോട്ടെ. എൻ്റെയും നിങ്ങളുടെയും ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്. ഈ പ്രപഞ്ചം നോക്കുക, എത്ര സമൃദ്ധമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. കടൽ എത്ര വിശാലമാണ്. മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും അല്പം ജലം മതി. എന്നാൽ ദൈവം തൻ്റെ സമൃദ്ധിയിലാണ് ഈ കടലിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലുടനീളം നോക്കുക, വായു നമുക്ക് അല്പമേ വേണ്ടൂ. എന്നാൽ നാമും നമ്മുടെ തലമുറകളും ഈ ജീവജാലങ്ങളെല്ലാം ശ്വസിച്ചാലും തീരാത്ത അത്രമാത്രം സമൃദ്ധമായി ദൈവം വായുവിനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിലുടനീളം ദൈവം സമൃദ്ധി കൽപ്പിച്ചിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും തന്നെ ദാരിദ്ര്യമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ദാരിദ്ര്യം പൈശാചികമാണ്. സാത്താൻ കൊണ്ടുവരുന്ന ദാരിദ്ര്യത്തെ നമ്മൾ എതിർത്ത് തോൽപ്പിക്കണം. അവൻ കൊണ്ടുവരുന്ന കഷ്ടങ്ങളെ എതിർത്ത് തോൽപ്പിക്കണം. ലോകം കൊണ്ടുവരുന്ന കഷ്ടങ്ങളെ എതിർത്ത് തോൽപ്പിക്കണം. എൻ്റെ ദൈവം സൗഖ്യമാക്കുന്നവനാണ്. 38 വർഷമായി ബെഥസ്ത കുളക്കരയിൽ രോഗിയായി കിടന്ന ആ വ്യക്തിക്കും ഒരു സൗഖ്യം ആ വ്യക്തി പ്രതീക്ഷിച്ചപ്പോൾ ദൈവം ആ സൗഖ്യം അവന് കൊണ്ടു ചെന്നു കൊടുത്തു. അവനെന്നും ആ രോഗത്തോടു കൂടി ജീവിക്കുവാനല്ല വിധി, ആ രോഗത്തോടു കൂടി മരിക്കുവാനല്ല അവൻ്റെ വിധി. ആ രോഗത്തിനപ്പുറം അവനൊരു സൗഖ്യം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സൗഖ്യം കൊടുക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കും. ഇന്ന് നിങ്ങൾ രോഗത്തിൽ കൂടെ കടന്നു പോവുകയായിരിക്കാം, പ്രയാസങ്ങളിൽ കൂടെ, പട്ടിണിയിൽ കൂടെ കടന്നു പോകുകയായിരിക്കാം, നിങ്ങൾ ജപ്തിയിൽ കൂടെ കടന്നു പോകുന്ന അവസ്ഥയായിരിക്കാം. ഏതവസ്ഥയാണെങ്കിലും ഒരു കാര്യം ഉറപ്പായി പറയാം, നിങ്ങളെ സമൃദ്ധിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. തീച്ചൂളയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. പൊട്ടക്കുണറ്റിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അടിമച്ചന്തയിൽ നിന്ന് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പുൽപ്പുറം മേടുകളിൽ നിന്ന് രാജകീയ സ്ഥാനത്തേക്ക് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ഉയർച്ച മാത്രമേ കാണാൻ പറ്റൂ. ആ ദൈവത്തിൽ നിന്ന് വരുന്നത് സ്വത്വർത്തമാനമാണ്. സുവിശേഷം നല്ല വാർത്തയാണ്. രോഗിക്ക് അത് സൗഖ്യവാർത്തയാണ്. ബന്ധിതന് വിടുതൽ വാർത്തയാണ്. ദരിദ്രന് സമൃദ്ധിയുടെ വാർത്തയാണ്. നരകത്തിൻ്റെ അനുഭവത്തിൽ അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെട്ടവന് സ്വർഗീയ കവാടം തുറന്നു കൊടുക്കുന്ന സന്തോഷത്തിൻ്റെ വാർത്തയാണ് സുവിശേഷം. ആ സുവിശേഷത്തിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ദൈവം സമൃദ്ധമാക്കുന്ന ദൈവമാണ്. തൻ്റെ ദാസൻ്റെ പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവനെന്ന് ഏറ്റുപറഞ്ഞാട്ടെ. ഈ വചനം നിങ്ങൾ വിശ്വസിച്ച് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ഈ കഷ്ടതയുടെ അവസ്ഥകൾ അവിടുന്ന് മാറ്റിത്തരും. സർവശക്തനായ യേശുവപ്പ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഇപ്പോൾ രോഗികൾ രോഗമുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം സൗഖ്യമുണ്ടാകട്ടെ. കഷ്ടതയിലും ബുദ്ധിമുട്ടിലും ഞെരുക്കങ്ങളിലും പ്രയാസങ്ങളിലും വേദനയിൽ കൂടെ കടന്നു പോകുന്നവർ അതിൽ നിന്നൊരു ആശ്വാസവും വിടുതലും മക്കൾക്കുണ്ടാകട്ടെ. എല്ലാ നന്മകളും മക്കളിലേക്ക് വന്നു ചേരട്ടെ. ഉയർച്ച വന്നു ചേരട്ടെ. കർത്താവരുടെ ജീവിതത്തിൽ ഇറങ്ങിയാട്ടെ, പ്രവർത്തിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലെ ഓരോ വീഡിയോസുകളും നിങ്ങൾ കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, അനേകർക്ക് ഷെയർ ചെയ്യുക. ഞങ്ങളോടൊപ്പം നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യാം. അങ്ങനെ നമ്മുടെ രക്ഷിതാവും കർത്താവും ദൈവവുമായ യേശു ക്രിസ്തുവിനെ ഉയർത്താം.